വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞാനും അമ്മയും അച്ഛനും അതുപോലെ തന്നെ എന്റെ മാമനും ഞങ്ങൾ 4 പേരും കൂടി അടിമാലി വരെയും പോകുക കേട്ടോ. ഇന്നപ്പോ ഈ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ ആണ്. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് നാളെ സൺഡേ. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പൊ നമ്മൾ തലേദിവസം പോകാന്ന് വിചാരിച്ചു. അപ്പൊ കല്യാണം രാജാക്കാടാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കസിന്റെ വീട്ടില് ഇന്ന് പോയി സ്റ്റേ അടിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാ വിശേഷങ്ങളും കൂടി കണ്ടാലോ. ബൈ. അപ്പൊ ദേ അച്ഛൻ അങ്ങനെ നമ്മളുടെ ട്രോളിയും ഗിഫ്റ്റും എല്ലാം ഡിക്കിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങാം. നമ്മളിതേ അപ്പൊ അങ്ങനെ 3 പേരും കൂടി പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഫോണ് വഴി മാമനെ വിളിക്കണം. പോവാപ്പാ. ഓക്കെ പോവാ. നമ്മളപ്പോ ദേ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി മാമനെയും വിളിച്ചിട്ട് നമ്മള് നേരെ അടിമാലി. ഓക്കെ, മാമനും ഒക്കെ കേറിയിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പൊ പോകാം നമുക്ക്. നല്ല ബ്ലോക്കാണ് കേട്ടോ, ലുലുവിന്റെ ബ്ലോക്കാണ്. അപ്പൊ അതേ നമ്മളങ്ങനെ കളമശ്ശേരി കഴിഞ്ഞിട്ടോ. കളമശ്ശേരി കഴിഞ്ഞ് അത്യാവശ്യം തിരക്കുമുണ്ട്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഞങ്ങളപ്പതേ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയേക്ക് കേട്ടോ. ആലുവ എത്തിയിട്ടാ നമ്മളപ്പോ ആലുവയില് സിഗ്നലില് കിടക്കുകയാണ്. ഇങ്ങനെ നമ്മള് സിഗ്നലൊക്കെ കടന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഇച്ചിരി ബ്ലോക്കും ഉണ്ട് കേട്ടോ. അപ്പൊ ദേ ആലുവ കഴിഞ്ഞ് പെരുമ്പാവൂർ എത്തിയപ്പോഴത്തേക്കും ആട്ടോ നമുക്കൊന്ന് റോഡ് കാലിയായി കിട്ടിയത്. അത്രയും നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പോഴാണൊന്ന് കാലിയായി റോഡ് കിട്ടിയത്. അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ നിർത്തണം. ചായ കുടിക്കാൻ കാണാട്ടോ. അപ്പൊ നമ്മള് ചായ കുടിക്കാനായിട്ട് പെരുമ്പാവൂർ ടൗണിൽ തന്നെയുള്ള മൂസാക്കാന്റെ ചായക്കടയിലാട്ടാ നിർത്തിയേക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കോതമംഗലം വന്നപ്പോൾ ഇവിടെയാണ് കയറിയത്. ചായയും അടിപൊളിയാണ്. അതേ അച്ഛൻ അങ്ങനെ സെക്യൂരിറ്റി ചേട്ടനോട് ഒന്ന് സംസാരിച്ചുകൊണ്ടൊക്കെയാണ്. സിലോൺ ബേക്ക് ഹൗസും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ കഴിക്കാനുള്ള കടികൾ ഇരിക്കണം. ഞാൻ മീറ്റ് കട്ട്ലേറ്റ് പറയാനാണ്. അന്ന് വന്നപ്പോ ഉന്നക്കായ ഉണ്ടായി, പക്ഷെ ഇന്ന് ഉന്നക്കായ ഇല്ല. അപ്പൊ ഞാൻ ദേ മീറ്റ് കട്ട്ലേറ്റ് ആണ് കേട്ടോ മേടിച്ചേക്കണം. അമ്മ കോഫി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അച്ഛൻ ദേ ഇവിടെ ചായയും കുടിച്ചുകൊണ്ട് നിപ്പുണ്ട്. എല്ലാരും അപ്പൊ ഫോൺ നോക്കലിന്റെ തിരക്കില്ല. അച്ഛൻ 2 ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. അമ്മ എന്തേ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ബ്ലോക്കിൽ പോന്നിട്ടേ ആകെപ്പാടൊരു വർഷം കേട്ട് ക്ഷീണിച്ചു പോയി. ഇഷ്ടമുള്ള ബ്ലോക്കിൽ കൂടി വണ്ടി ഓടിക്കാൻ. അപ്പൊ അതാണ്. പിന്നെ ഇറങ്ങിയിട്ട് അധികം സമയമായില്ലെങ്കിലും വേഗം ചായ കുടിക്കാൻ ഇറങ്ങി. അതേ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പെരുമ്പാവൂർന്ന് ഇറങ്ങിയിട്ടാ. ഇനി നമ്മൾ നേരെ എങ്ങോട്ടമ്മ? അടിമാലിക്ക്. നമ്മള് നെല്ലിമറ്റം കഴിഞ്ഞിട്ടോ. നെല്ലിമറ്റം കഴിഞ്ഞ് നേരിമംഗലം റൂട്ട് അടുക്കാറായിക്കൊണ്ടിരിക്കണം. റോഡൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ്. ആകാശമൊക്കെ കണ്ട. ഇപ്പൊ മഴക്കാറൊക്കെ മാറി ആകാശമൊക്കെ തെളിഞ്ഞ്. ഇപ്പൊ സമയം 6 മണിയായി. എന്നിരുന്നാലും ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുകയാണ്. നല്ല ഭംഗി, പ്രകൃതി ഭംഗി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ മുതൽ. ഇരുട്ടാവണില്ല ഗായ്സ്. അപ്പൊ നമ്മളുടെ നേര്യമംഗലം കയറുന്നതിന് മുമ്പുള്ള ഒരു റൂട്ടിലുള്ള വ്യൂ ആണ് ഇത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ സമയം പക്ഷെ 6:15 പക്ഷെ എന്നാലും ഒട്ടും ഇരുട്ടായിട്ടില്ല. അപ്പൊ നമ്മള് വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളുടെ നേര്യമംഗലം പാലം. അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ പുതിയ പാലം പണിതോണ്ട് ഇരിക്കുകയാണ്. അല്ലെങ്കിൽ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ഉണ്ടാവും, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിപ്പോ അതെ വന്നപ്പോ തന്നെ കയറി പോകാൻ പറ്റും. അതെ, ഇവിടെ മുതൽ തുടങ്ങിയാണ് ഹൈ റേഞ്ചിന്റെ
അപ്പോ അങ്ങനെ നമ്മളുടെ പ്രകൃതി ഭംഗി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിതേ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിർത്തിയേക്കാട്ടോ. നല്ല വെള്ളം ഉണ്ട് കേട്ടോ. അത് കണ്ടോ, അവിടെന്ന് ഇങ്ങടക്ക് നല്ല വെള്ളം ചാട്ടം ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഫോഴ്സിലാണ്. ഞങ്ങൾ അപ്പുറം പോയി വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ വീഡിയോ എടുത്ത് തിരിച്ചു വരും. അമ്മയൊക്കെ കഴിച്ചിട്ടോ? ഞാൻ കഴിച്ചില്ല. കഴിച്ചില്ല അമ്മ? ഇല്ല ഇല്ല. ഞാൻ കണ്ടോ. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല ഗൈസ്. വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. നമ്മളപ്പോ അടിമാലി എത്തിട്ടോ. അപ്പൊ അടിമാലി എത്തിയപ്പോഴത്തേക്കും നമ്മളുടെ കസിന്റെ വീട്ടിൽ കയറാനായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ അമ്മ അപ്പൊ ഫ്രൂട്ട്സ് മേടിച്ചോണ്ടെന്നൊക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഫ്രൂട്ട്സ് ഇട്ടേക്കണാണ്. നല്ല ഭംഗിക്ക് ഒതുക്കി വെച്ചേക്കണം. ആൻറ്റിയുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കല്യാണ ആൽബം കണ്ടുകൊണ്ടിരിക്കുവാണ്, ചേച്ചിയുടെയും ചേട്ടൻ്റെയും. അപ്പം ഞാനും അമ്മയും കൂടി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അതേ എല്ലാവരും കൂടി സൊറ പറഞ്ഞ് ഇരിപ്പുണ്ട് കേട്ടോ. അച്ഛൻ ഫോണിലുമാണ്. ആൻറ്റിൻ്റെ അവിടെ ഗൈസ്, നമ്മൾ അടുത്ത കസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും അതുപോലെ തന്നെ ചോറ് ഇരിപ്പുണ്ട്, മീൻ വറുത്തത് ചക്കക്കുരു മാങ്ങയും കറി ഇരിപ്പുണ്ട്, പയറ്. അപ്പൊ എല്ലാവരും അങ്ങനെ കഴിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കസിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 9:30 ആയിട്ടാ. നമ്മള് അവിടെ ഇവിടെയൊക്കെ നിർത്തി പിന്നെ വേറൊരു കസിന്റെ വീട്ടിൽ കയറാനുണ്ടായി. അതൊക്കെ കൊണ്ടാണ് ഇവിടെ വരാൻ വൈകിയത്. അപ്പൊ ഇനിയിപ്പോ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നേരെ കിടന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് കല്യാണത്തിന് പോകണം. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാട്ടോ നമുക്ക്. പിന്നെ ഞാൻ കുറെ അങ്ങനെ വന്ന വഴിക്ക് കുറെ എന്താ പറയാ റോഡ് അങ്ങനത്തെ കുറെ ഷോർട്സ് ഒന്നും എടുത്തില്ല. അപ്പൊ നിങ്ങളെ കൂടി മടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. സത്യം രാവിലെ ചായ ഒക്കെ കുടിച്ചോണ്ട്, കട്ടൻ ചായ മസ്റ്റ് ആണല്ലോ. ചായ കുടിച്ചോണ്ട് നിൽക്കുവാട്. സമയം 8 മണി കഴിഞ്ഞിട്ടാണ്. 8 മണിക്ക് എപ്പോഴാണ് എഴുന്നേറ്റത്. ഇനി നമുക്ക് റെഡിയായി കല്യാണത്തിന് പോകണം. രാവിലെ എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കിയപ്പോ തന്നെ നല്ല വ്യൂ ഒക്കെയാണ്. നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. ഇത് നമ്മളുടെ കസിന്റെ ഹോം സ്റ്റേ ആണ്, മൂന്നാർ തോക്കുപാറയിൽ റിയൽ കാസ റൂംസ് ആൻഡ് കോട്ടേജ്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടിപൊളി ഹോം സ്റ്റേ ആണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെയായിരുന്നു സ്റ്റേ. അതുകൂടാതെ ആൻറ്റി അടിപൊളി ഒരു കുക്കും കൂടിയാണ്. നല്ല ഹോംലി ഫുഡൊക്കെ ആയിട്ട് സെറ്റാണ്. ഈ മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ ഈ ഹോം സ്റ്റേ ഇരിക്കുന്നത്. കേട്ടോ, മെയിൻ റോഡിൽ തന്നെയാണ്. ഈ വഴിക്കാണ് നമ്മളുടെ മൂന്നാർ പോകുന്നത്. പിന്നെ മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഗൂഗിളിലും ഉണ്ട് കേട്ടോ. എല്ലാ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതാണ് കേട്ടോ അങ്ങനെ ഹോം സ്റ്റേയുടെ ഫ്രണ്ട്. ബാക്ക് സൈഡിലോട്ടും ഉണ്ട് റൂംസ്, പക്ഷെ ബാക്ക് സൈഡിൽ ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവർക്ക് മുകളിലോട്ടും ഉണ്ട്, മുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇവർക്ക് ടെൻറ്റ് അടിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. ആൻറ്റിയുടെ ഒരു ചെറിയ തുണിക്കടയൊക്കെയാണ്. എല്ലാവരും കൂടി അവിടെ ഇരിക്കുവാണ്. നമ്മുടെ അവിടെ തേക്കുകയാണ് കേട്ടോ. രാവിലെ നമുക്ക് അപ്പം, ചിക്കൻ കറി, മുട്ടക്കറിയൊക്കെ ഉണ്ട്. നമുക്ക് കഴിക്കാം. ചേച്ചിയാണ്, പിള്ളേരാണ് ചേച്ചി. ഇല്ലേ, ഞാനങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇത് ചുരിദാർ സെറ്റാണ് കേട്ടോ. പോകുന്ന വഴി കാണാതെ. അപ്പൊ ഞാൻ ഈ റോഡ് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യണോണ്ട് നല്ല ഒച്ചപ്പാടുണ്ട്, പട്ടിയുടെ ഒച്ചപ്പാട്. അപ്പൊ പോകുന്ന വഴി കാണാം. ബൈ ബൈ, ടാറ്റാന്ന് ടാറ്റാന്ന്.
നമ്മളങ്ങനെ പോകുന്ന വഴിയാണ് ഗൈസ്. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടാ, ഒട്ടും ചൂടുമില്ല, നല്ലൊരു കാലാവസ്ഥ. എത്തിയിട്ടുണ്ട് കേട്ടോ, കല്യാണത്തിന്റെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കല്യാണത്തിന്റെ കെട്ടൊക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഞാനും അമ്മയും കൂടി ഒന്ന് പുറത്തോട്ടിരിക്കുന്നത്. രണ്ടുപേരും ഒന്ന് ബ്ലാക്ക് ആണ് കേട്ടോ, അറിയാണ്ട് ഇട്ട് പോയതാണ്. പക്ഷെ ഇട്ട് വന്നപ്പോ രണ്ടുപേരും ബ്ലാക്ക് ആയി പോയി. അമ്മ എവിടെ? അമ്മ വാ. ബ്ലാക്കിന്റെ ഇടയിലൊരു പിങ്കാണത്. ആ പിങ്ക് ഇതാണ് നല്ല കാറ്റ്, വെയിലുണ്ടെങ്കിൽ കല്യാണം പന്തൽ നല്ല രസമുണ്ട് കേട്ടോ, അറേഞ്ച്മെന്റ് ഒക്കെ കാണാനായിട്ട്. അപ്പൊ അവര് ഫാമിലി ഫോട്ടോ എടുത്തോണ്ട് നിൽക്കും. അങ്ങനെ സ്റ്റേജിലോട്ട് കയറി കേട്ടോ. സദ്യയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി സദ്യ കഴിക്കട്ടെ കേട്ടോ. പരിപ്പും നെയ്യൊക്കെ ഉണ്ട്. അതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പപ്പടം, പഴം, പായസം കഴിക്കട്ടോ. കഴിക്കട്ടെ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ പോകുക കേട്ടോ. സദ്യ എന്ന് പറഞ്ഞാൽ ഒന്നാമത് എനിക്ക് ജീവന. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ രാജാക്കാട് വന്നിട്ട് ഒരു അടിപൊളി സദ്യയൊക്കെ കഴിച്ച്, കല്യാണം ഒരു വെറൈറ്റി കല്യാണമായിരുന്നു. അപ്പം അങ്ങനെ കല്യാണമൊക്കെ കൂടി സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. പിന്നെ പോകുന്ന വഴിയാണ്. ഓക്കെ, ഇറങ്ങലും മഴയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചാറ്റലായിട്ട് മഴയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മളതേ അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ലേ, രാജാക്കാട് ടൗണിന്റെ അടുത്തുള്ള കള്ളിമാലി വ്യൂ പോയിന്റിലോട്ട് വന്നതാണ്. അടിപൊളി വ്യൂ ഉണ്ട്, പക്ഷേ നിറച്ചും കോട കയറിയൊക്കെ ഒന്നും അങ്ങോട്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല. നല്ല കാറ്റും ഉണ്ട് കേട്ടാ. കൊട പിടിച്ചിട്ടാണെങ്കിൽ കൊട പറന്നു പോണ പോലെ കാറ്റ്, മഴയും ഉണ്ട്. സെറ്റ് വ്യൂ. കള്ളിമാലി വ്യൂ പോയിന്റ് ഒന്നും കാണാൻ പറ്റില്ല, കോട കയറിയിട്ട് നല്ല മഴയുണ്ട്. പക്ഷെ അടിപൊളി കാലാവസ്ഥ, നിൽക്കാൻ പറ്റില്ല. അടിമാലി എത്തിയപ്പോ നിർത്തിയതാട്ടോ. ഇത് കണ്ട നൈസായിട്ടില്ലേ വെള്ളച്ചാട്ടം. ഇത് നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോയില് കൂടി അത്ര ഭംഗിയില്ലെങ്കിലും നേരിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകണാണ്, നല്ല രസം. അടിമാലി കഴിഞ്ഞു വാളറ വാട്ടർഫാൾസ് കാണാൻ നിർത്തിയേക്കാം. വന്ന വഴി ചെയ്യപ്പാറ കാണാൻ നിർത്തി. അപ്പൊ ഇത് വാളറ കാണാൻ നിർത്തിയേക്കും കേട്ടോ. നല്ല വെള്ളവും എടുക്കാം, നല്ല വെള്ളമുണ്ട്. അതുപോലെ തന്നെ നല്ല ഒച്ചയുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പോകുമ്പോ ചീയപ്പാറയിൽ അങ്ങനെ നിർത്താറുള്ളൂ, വാളറയിൽ നമ്മള് വിട്ടു പോകും. പക്ഷെ ഇത് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ കാണാൻ, നല്ല അടിപൊളി. ചായ കുടിക്കാൻ കയറിയ നമ്മൾ എവിടെയാണ് എത്തിയത്? ചായക്കട നോക്കി 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 നമ്മളെന്നാ KFC കഴിക്കാന്ന് ഓർത്ത് കോതമംഗലത്തുള്ള KFCയിലെത്തിയിട്ട് അവരകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ KFC ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത KFC ഇവിടെ എത്തിയിട്ടുണ്ട്.
കഴിക്കാൻ തുടങ്ങട്ടെ. അവരും അങ്ങനെ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാനും കഴിക്കട്ടെ. KFC കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ ഒക്കില്ലെന്ന് പറഞ്ഞോളൂ. അപ്പൊ ബ്ലോക്ക് കാണിച്ചു തരാട്ടോ. ബ്ലോക്ക് കണ്ട ഐസ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീടെത്തി. അപ്പൊ കല്യാണമൊക്കെ കൂടി അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.